മാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് പകൽവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗമായി കൂടി വരുവാനും അപ്പോൾ തന്നെ നമ്മുടെ 21 ദിന ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസത്തിലേക്കും ദൈവം നമ്മെ കൂട്ടിവരുത്തിയ വിശ്വസ്തതകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെല്ലാം മഹത്വവും കരയേറ്റുന്നു. കർത്താവ് പ്രാർത്ഥനയിലിരിപ്പാൻ ഉപവാസത്തിലിരിപ്പാനൊക്കെ ഏവർക്കും കൃപ നൽകുന്നു. ദൈവം നമ്മെ ബലപ്പെടുത്തുന്നതിലെല്ലാം കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നത്, ഉപവാസ പ്രാർത്ഥനയും ദൈവവചന പഠനത്തിനുമാണ് നമ്മൾ സമയങ്ങളെ വേർതിരിച്ചിരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ഇന്ന് 21ാമത്തെ പകലിലേക്ക് അടുത്തു വന്നു. ഒരുമിച്ച് രാവിലെ 11 മണി സമയങ്ങളിൽ പ്രാർത്ഥനകൾ ഭവനങ്ങളിൽ നടപ്പാനിടയായി. അപ്പോൾ തന്നെ വൈകിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ് ആയി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തടസ്സമൊന്നും കൂടാതെ എല്ലാ ദിവസവും പ്രാർത്ഥന നടന്നു. കരങ്ങളെ ഉയർത്താം, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവത്തിനെ മഹത്വം കൊടുക്കാം. ഫാസ്റ്റിംഗ്, പ്രയർ ആൻഡ് ബൈബിൾ സ്റ്റഡി അങ്ങനെ നമ്മൾ ക്രമീകരിച്ചിരുന്നപ്പോൾ 2 ഞായർ ഒഴികെ നാം എല്ലാ ദിവസവും ദൈവവചനങ്ങൾ പഠിക്കുവാനിടയായിട്ടുണ്ട്. പഠിച്ച വിഷയം ഇതായിരുന്നു: ക്രിസ്തു മാതൃക. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക, കർത്താവ് നമ്മെ പഠിപ്പിച്ചു തന്ന മാതൃക. ഈ വിഷയമാണ് നമുക്ക് ഒന്നിച്ച് ചിന്തിപ്പാൻ, പഠിക്കുവാൻ ഇടയായി തീർന്നത്. അത് ഒരു പുതിയ അറിവിലേക്ക് ദൈവജനത്തെ നയിപ്പാൻ ഇടയായി. അപ്പോൾ തന്നെ ക്രിസ്തു സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനും ഇടയായി തീർന്നു. എന്താണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ചെയ്യരുതാത്തത്? ദൈവത്തിന്റെ സന്നിധിയിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പാൻ ഇടയായി തോന്നും. ഈ ബൈബിൾ സ്റ്റഡി നമ്മുടെ ജീവിതത്തിൽ കേട്ട പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായെങ്കിൽ കരമുയർത്തി ഒരിക്കൽ കൂടുന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. അതിൻ്റെ സമാപന സന്ദേശമായിട്ട്, സമാപന ദൈവവചന പഠനമായിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ച വിഷയത്തിന്റെ തുടർച്ചയായിട്ട് നാം ചിന്തിക്കുകയും കർത്താവായ യേശു ക്രിസ്തു നമ്മെ തൻ്റെ പഠിപ്പിക്കലിലൂടെ കാണിച്ചു തന്ന 1-2 വിഷയങ്ങളെ ഞാൻ ചൂണ്ടിക്കാട്ടാം. അവസാന ദിനങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണ്. 4 ചിന്തകൾ കഴിഞ്ഞ 3 ദിനങ്ങളിലായി നാം അവസാന ചിന്തകളായി നാം പഠിപ്പാനിടയായി തീർന്നു. ആ ചിന്തകളെല്ലാം ഇപ്രകാരമായിരുന്നു: ഞാനോ നിങ്ങളോട് പറയുന്നത്. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ഞാനോ നിങ്ങളോട് പറയുന്നത്. 5-ാം അധ്യായം 22-ാമത്തെ വാക്യം.
അവിടെ കോപത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഒരു പുതിയ പ്രമാണം നൽകിക്കൊണ്ട് പറഞ്ഞു, നമ്മെ പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. കോപിക്കുവാൻ പറ്റുമോ? കോപിച്ചാൽ എന്താ? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെയൊക്കെ ശിക്ഷാവിധി എന്താണെന്ന് പഠിക്കുവാനിടയായി തീർന്നു. 5:28 അവിടെയും കാണുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്. ആ ഭാഗത്തൂടെ നാം പഠിച്ചു മോഹം എങ്ങനെയായിരിക്കണം, മോഹിച്ചാൽ പാപം ചെയ്യുമോ, മോഹം വലിയ പാപത്തിലേക്ക് നയിക്കുന്നുവെന്ന് പഠിക്കുവാനിടയായി തീർന്നു. 5-ാം അധ്യായത്തിലെ 32-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ പഠിച്ചു, ഞാനോ നിങ്ങളോട് പറയുന്നത്. അവിടെയും കാണുവാനായിട്ടിടയായി തീർന്നത് വിവാഹ ജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതും നാം ചിന്തിച്ചു. 5:34 കാണുന്നു, സത്യം അശേഷം പോലും അതെ നിങ്ങൾ ചെയ്യരുത്, സത്യം പറയണം. പക്ഷേ സ്വർഗത്തെ നോക്കിയോ, ഭൂമിയെ നോക്കിയോ, അല്ലെങ്കിൽ യെരൂശലേമിനെ നോക്കിയോ, ദൈവത്തെ നോക്കിയോ, മറ്റൊന്നിനെ നോക്കിയോ സത്യം ചെയ്യരുത്. പിന്നെ സത്യം പറഞ്ഞാൽ മാത്രം മതി എന്ന് നാം പഠിക്കുവാനിടയായിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ച വിഷയമാകുകൊണ്ട് ഇന്ന് അത് ആവർത്തിക്കുന്നില്ല. ഇന്ന് നാം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് പോകുന്നത് 2 വിഷയങ്ങൾ ചേർത്ത് സമാപന ദൂതായെ നാം പഠിക്കുകയും അതൊരുമിച്ച് ചിന്തിക്കുവാനും പോവുകയാണ്. മത്തായി സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ തന്നെ അതിന്റെ 39-ാമത്തെ വചനവും അതിന്റെ 44-ാമത്തെ വചനവും ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ കാണുന്ന 2 പദപ്രയോഗങ്ങൾ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു, യേശുക്രിസ്തു അത് നമുക്ക് കാണിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്ന്, യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു, യേശുക്രിസ്തു നമ്മെ അത് കാണിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് ദൈവജനത്തോട് ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. 5:39 വായിക്കുന്നു. അവിടെ ഇങ്ങനെ കാണുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ 1 നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവനെ കൊടുക്കാം, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. 44-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. ഈ വചനങ്ങളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 39-ാം വാക്യത്തിലും 44-ാമത്തെ വാക്യത്തിലും യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ചിന്തയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? മുൻപിൽ ന്യായപ്രമാണത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു, പഴയ നിയമ പ്രമാണം അല്ലെങ്കിൽ മോശയിക ന്യായപ്രമാണം എന്ത് പറഞ്ഞിരിക്കുന്നു, അതിനെ പരാമർശിച്ചിട്ട് എൻ്റെ യേശു കർത്താവ് പറയുവാനായിട്ടിടയായിത്തീരുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു. അതായത് എനിക്ക് പുതിയതായിട്ടൊന്ന് നിങ്ങളോട് പറയാനുണ്ട്. പുതിയതല്ല, അപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളോട്, നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ വന്ന് വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോഴോ അവര് പറയാറുണ്ട്, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്, ഞാനൊരു പ്രത്യേക കാര്യം പറയാനാ നിങ്ങളെ വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വരെ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ വീട്ടിൽ വന്നവര് പറയാറുണ്ട്. ഇതുപോലെ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പർവ്വത പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന മത്തായി സുവിശേഷം 5-6-7 അധ്യായത്തിലെ യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ കർത്താവ് പറയുന്നു,
മത്തായി സുവിശേഷം ഈ 5-ാം അധ്യായത്തിൽ 6 തവണ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് പറഞ്ഞത് എടുത്തു പറഞ്ഞതാകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. റെഡ് ഇങ്കിൽ അല്ലെങ്കിൽ ചുമല പക്ഷിയിൽ ചില ബൈബിളിൽ, തോംസൺ ബൈബിൾ പോലെയുള്ള ബൈബിളുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് കേൾക്കണ്ടേ എന്തുവാ കർത്താവിന് പ്രത്യേകിച്ച് പറയാൻ ഉള്ളതെന്ന്. 39-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ഞാനോ നിങ്ങളോട് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ 38-ാമത്തെ വാക്യം പഠിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമെന്ന് അരുളി ചെയ്തതേ നിങ്ങൾ കേട്ടിട്ട് ഇല്ലയോ? ശ്രദ്ധിച്ചേ, പകരത്തിന് പകരം ചെയ്യുവാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. മോശെയുടെ ന്യായപ്രമാണത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലെ 21 അധ്യായം 22-ാമത്തെ അധ്യായം ഒക്കെ ഇതിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഭാഗങ്ങളാണ്. എല്ലാം വായിപ്പിക്കാൻ സമയമില്ല. എന്നാൽ 21-ാമത്തെ അധ്യായം ഒന്ന് എടുക്കണം. പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ശ്രദ്ധിച്ച്, ജീവന് പകരം ജീവൻ കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കയ്യ്, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളല്, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ശ്രദ്ധിച്ചേ, ഞാൻ ആ ഭാഗം ജസ്റ്റ് നിങ്ങളെ ഒന്ന് വായിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മളിത് മനസ്സിലാക്കണം, എന്താ കർത്താവ് പറഞ്ഞതിന്റെ ആശയമെന്ന്. ആവർത്തന പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ അതിന്റെ വിശദീകരണമുണ്ട്. എന്തുകൊണ്ടായിരിങ്ങനെ മോശെയുടെ ന്യായപ്രമാണത്തിൽ കൊടുത്തതെന്നറിയാമോ? മോശെയുടെ ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്നത് ആവർത്തനം 19:20 പറയുന്നു, ഇനി നിങ്ങളുടെ ഇടയിൽ, ഒന്ന് വായിച്ചു, ശ്രദ്ധിച്ച്, എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞിരുന്നോന്നറിയാമോ? നിങ്ങളുടെ ഇടയിൽ, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യം ഇനിയും നടക്കാതിരുന്ന് മറ്റുള്ളവരെന്ത് ചെയ്യണം? മറ്റുള്ളവരെ കേട്ട് ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. അതിനുവേണ്ടിയാണ് മോശെയുടെ ന്യായപ്രമാണത്തിൽ അപ്രകാരം ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെങ്കിലും എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഒരു ഭയം വരണം. ഒരു കുറ്റം ചെയ്താൽ അതിനെ ശിക്ഷയുണ്ടാകുമെന്നുള്ള ഒരു ഭയം ജീവിതത്തിൽ വരുവാനിടയായിത്തീരണം. അപ്പോൾ ഈ പ്രമാണം മുൻപിൽ നിർത്തിക്കൊണ്ടാണ് യേശു കർത്താവ് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞത് ദുഷ്ടനോട് എതിർക്കരുത്. അവിടെ ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യനെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ പലപ്പോഴും ദുഷ്ടനെ സാത്താനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. സാത്താനോട് എതിർക്കരുത് നല്ലതിന്റെ അർത്ഥം സാത്താനോട് എന്ത് ചെയ്യണം? സാത്താനോട് എതിർക്കുക തന്നെ വേണം. സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സാത്താനോട് എതിർത്ത് നിൽക്കണം. ദുഷ്ടത പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്കെതിരായി തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യരോട്
നാം പ്രതികാരത്തിന് തയ്യാറാകരുത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒന്നിച്ചെന്ന് പറയാം. നമുക്കെതിരായി തിന്മ പ്രവർത്തിക്കുന്നവർ മനുഷ്യരോട് പ്രതികാരത്തിന് നാം തയ്യാറാകരുത്, പ്രതികാരത്തിന് ഇടം കൊടുക്കരുത്. അതാണ് കർത്താവ് പറയുവാനായിട്ടിടയായി തീർന്നത്. ദുഷ്ടനോട് എതിർത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞത്, അതായത് ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തിയോട് സൗമ്യത പാലിക്കുക, അവനിലുള്ള ദുഷ്ടതയെ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളെ ആദർശങ്ങളെ വെറുക്കുകയും സൗമ്യത ജീവിതത്തിൽ പാലിച്ച് ആ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുകയെന്നാണ് യേശു കർത്താവ് പറഞ്ഞതിന്റെ ആശയം. അതിനാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. ഇനി അടുത്ത പദം ശ്രദ്ധിച്ചോ, വലത്തെ ചെകിട്ടത്തടിക്കുന്നത് അവന് മറ്റേതും തിരിച്ച് കാണിക്കാം. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? മോശയിക പ്രമാണം ദൈവമക്കൾ പറഞ്ഞ്, മോശയിക പ്രമാണം എന്തായിരുന്നു? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് പകരത്തിന് പകരമല്ല വേണ്ടിയത്. പിന്നെയോ, നിന്നെ വലത്തെ ചെകിട്ടത്ത് ഒരടി തന്നാൽ അടുത്ത ചെകിട് കൂടെ കാണിച്ച് കൊടുക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, ഞാൻ എവിടെ ഒന്ന് വായിപ്പാൻ ഇങ്ങനെ ഇടയായി തീർന്നു. വലത്തെ ചെകിട്ടത്തൊരുത്തൻ സ്വാഭാവികമായിട്ടും അടിക്കണമെങ്കിൽ അവനെ നല്ലൊരു അടി തരാനായിട്ട് പ്രയാസമാണ്. കാരണം നമ്മുടെ വലത്ത് അടിക്കണതിൽ എങ്ങനെയാ പ്രയാസമാണ്. സ്വാഭാവികമായിട്ടും എവിടെ അടി കിട്ടുന്നത്? നല്ലൊരു അടി കിട്ടിയാൽ എവിടെ കിട്ടുന്നത്? ഇടത്തെ ചെകിടിലാണ് കിട്ടുന്നത്. കാരണം വലങ്കയ്യ ഭൂരിഭാഗത്തിനും വശം. പക്ഷെ കാരണം വലങ്കൈ കൊണ്ടൊരെണ്ണം കിട്ടിയാൽ എവിടെ കിട്ടുന്നത്? ചില വേദചിന്തകൾ പറയുന്നത് ഇത് നമ്മെ പരിഹസിക്കുവാനായിട്ട് ഈ ചെകിട്ടത്തെ, വലത്തെ ചെകിട്ടത്തെ കിട്ടുന്നത് ദുഷിക്കുവാനുള്ളത്, നിന്ദിക്കുവാനുള്ളത്, അതങ്ങ് വിട്ടുകളയണമെന്ന് ചില ചിന്തകന്മാരും അപ്രകാരം പറയുവാനിടയായി തീർന്നു. നല്ല ഒരെണ്ണം കിട്ടുകയാണ് എവിടെ കിട്ടത്തുള്ളൂ? ഇടത്തെ ചെകിട്ടത്തെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കിട്ടാതെ സൂക്ഷിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇനി ശ്രദ്ധിക്കൂ, നമ്മുടെ വചന പഠനം ഇതാണ്. ക്രിസ്തു പഠിപ്പിച്ചത് ക്രിസ്തു നമ്മെ കാണിച്ചു തന്നു. അതാണ് ഇന്ന് ഈ ചിന്തകളിലൂടെ പ്രധാനമായിട്ട് നാം പഠിക്കുന്നതും ചിന്തിക്കുന്നതും. സ്തോത്രം. ഞാൻ ഓർപ്പിച്ചു, വലത്തെ ചെകിട്ടത്തടിപ്പിക്കുന്നത് വേദനിക്കാനല്ല, പിന്നെ അപമാനിക്കാനാ. എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈകൊണ്ടൊക്കെ ഒന്ന് ഒരു ചെറിയൊരു തട്ടൊക്കെ കിട്ടുന്നതേ ഉള്ളൂ. സ്തോത്രം. അത് വേദനിപ്പിക്കാനല്ല. സ്തോത്രം. ദൈവമക്കളെ, അയ്യോ എല്ലാരും പിണങ്ങിയിരിക്കുകയാണോ? സ്തോത്രം. കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വലത്തെ ചെകിട്ടത്ത് അടിച്ചാൽ അടുത്തതൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. യെശയ്യാ പ്രവചനത്തിലെ 50-ാമത്തെ അധ്യായം 6-ാമത്തെ വചനവും മത്തായി സുവിശേഷത്തിലെ 26-ാമത്തെ അധ്യായം അതിൻ്റെ 67 മുതലുള്ള വാക്യങ്ങളും ഒന്ന് വായിപ്പാനായിട്ട് ഇടയായി തീരുമല്ലോ. യെശയ്യാ പ്രവചനം 50-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദിക്കും തുപ്പലിനും മറച്ചിട്ടില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 26:67. അപ്പോൾ അവർ അവന്റെ മുഖത്തെ തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്ത് അടിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു കർത്താവ് എന്താ പഠിപ്പിച്ചത്? ഞാനോ നിങ്ങളോട് പറയുന്നത്
നിങ്ങളുടെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് അടുത്തതും കൂടെ കാണിച്ച് കൊടുക്കുക. യേശു കർത്താവ് ഇത് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. യേശു കർത്താവ് ജനിക്കുന്നതിന് 7 നൂറ്റാണ്ടുകൾക്ക് മുന്നമേ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുവാനായിട്ടിടയായി തീർന്നു. അവിടുത്തെ മുഖത്തെ തുപ്പലിനും നിന്ദയ്ക്കും കർത്താവ് മറച്ചില്ല. കരമുയർത്തിയ ആമേൻ പറയാമോ? ആമേൻ. 700-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവചന നിവർത്തി എന്നോണം ഇതാ നിറവേറുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ. വിസ്താരത്തിനായിട്ട് തയ്യാറാകുന്നു. മാറി മാറി കോടതികളിൽ ഹന്നാവ്, കയ്യഫാവ്, പീലാത്തോസ്, ഹെരോദാവ്, വീണ്ടും 3 തവണ പീലാത്തോസ് വിസ്തരിക്കുന്നു. 7 കോടതികൾ വിസ്തരിച്ചിട്ടും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ടിടയായി തീർന്നു. ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഒരു തെറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിസ്തരിച്ച് അസാധാരണമായി കോടതി കൂടി. സാധാരണ അസാധാരണ സംഭവങ്ങളാ കോടതി രാത്രിയിൽ കൂടുന്നല്ലേ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ജഡ്ജി ആശുപത്രി ചെന്ന് അതേ മൊഴി രേഖപ്പെടുത്തുന്നു. രാത്രിയിൽ ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ടുപോയി പ്രതിയെ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുന്നു കണ്ടിട്ടുണ്ട്. രാത്രിയിൽ കോടതി കൂടുന്നത് വളരെ അസാധാരണമാണ്, വളരെ അസംഭവ്യമാണ്. രാത്രിയിൽ കോടതി കൂടുന്ന പതിവില്ല. പക്ഷേ 6 മണി നേരം കഴിഞ്ഞിട്ടും സന്ധ്യായാമം കഴിഞ്ഞിട്ടും യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? അസാധാരണമായി കോടതി കൂടുവാനായിട്ടിടയായി തീർന്നു. കോടതി കൂടി യേശു കർത്താവിനെ വിസ്തരിച്ചു. പീലാത്തോസിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുവാനായിട്ട്. നിങ്ങൾക്കറിയാമോ, നമ്മളിന്ന് പാടിയ സങ്കീർത്തനത്തോട് ചേർന്ന് ചിന്തിച്ചാൽ കയ്യഫാവിന്റെ അരമനയുടെ താഴെ ഒരു നിലവറയുണ്ട്. 88-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ ഓർപ്പിക്കുവാൻ ഇടയായിട്ടൊന്നല്ലോ, കുഴിയിലിറങ്ങുന്നവരെ പോലെ, അധമ പാതാളത്തിലായവരെ പോലെയൊക്കെ എന്നെ ആക്കിയെന്ന്. കയ്യഫാവിന്റെ അരമനയുടെ താഴെ ഒരു വലിയ നിലവറയുണ്ടെന്നാണ് പറയുന്നത്. ഗുഹാസമാനമായ ഒരു ഇരുട്ടുമുറി, കുറ്റവാളികളെ അടച്ചിടുവാനുള്ള ഒരു സ്ഥലം. ഇനിയും പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇത് താഴത്തെ അറയിലാണ് ഈ നിലവറ, അല്ലെങ്കിൽ ഈ ഗുഹ എന്ന് പറയുന്നത്. അത് ഇരുട്ട് നിറഞ്ഞതാണ്, ഗുഹാസമമാണ്. ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ വായിച്ചറിയുവാൻ ഇടയായിട്ടുള്ളത്, ഈ കയ്യഫാവിന്റെ അരമനയുടെ താഴെയുള്ള മുകളിലത്തെ നിലയിൽ നിന്നും താഴെയുള്ള ഈ അറയിലേക്ക് എന്റെ യേശു കർത്താവിനെ തള്ളിയെടുത്ത് വിടുവാനിടയായി തീർന്ന ആ സന്ധ്യാമത്തിങ്കൽ തള്ളിയെടുത്ത് വിടുമ്പോൾ തലയടിച്ച്, മുഖമടിച്ച്, ശരീരമടിച്ച് ആ ഇരുട്ടുമുറിയിലേക്ക് വീഴുവാനായിട്ടിടയായി തീർന്നു. അതാണ് 88-ാമത്തെ സങ്കീർത്തനത്തിൽ പാടുവാനിടയായി തീർന്നെന്ന് വേദചിന്തകന്മാർ പറയുന്നുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. എന്റെ യേശുവിനെ ഇരുട്ടിലും ആഴങ്ങളിലും ഇടുവാനായിട്ടിടയായി തീർന്നു. അവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഭാഗം വിശദമാക്കുന്നില്ല. അവിടുന്ന് ആ ഇരുട്ടുമുറയിൽ നിന്ന് തുടങ്ങിയ വേദന കയ്യഫാവ് വിസ്തരിക്കുമ്പോൾ 2-ാമത്തെ വിസ്താരമായിരുന്നെങ്കിൽ അവിടുന്ന് യേശു കർത്താവിനെ വിസ്തരിക്കുവാൻ തുടങ്ങി, ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. ആ ഇരുട്ട് മുറിയിലേക്ക് തള്ളിവിട്ട് യേശു കർത്താവിനെ ഭീതികരമായ നിലയിലേക്ക് മൃഗീയമായിട്ട് ഉപദ്രവിച്ചു. അടുത്തതാണ് നമ്മുടെ ചിന്ത. ശ്രദ്ധിക്കൂ, എന്താ മത്തായി സുവിശേഷത്തിൽ നാം വായിപ്പാൻ ഇടയായി തീർന്നത്? 26:67 അവന്റെ കന്നത്ത്
അടിച്ചു, അവന്റെ മുഖത്തെ തുപ്പി, മുഷ്ടി ചുരുട്ടി കുത്തുവാനായി എട്ടിടയായി തീർന്നു. കർത്താവിൽ പ്രിയരെ, എന്റെ യേശുവിന്റെ മുഖമൊന്ന് ശ്രദ്ധിച്ചു നോയിക്കേ. റോമൻ നാണയത്തുട്ടുകൾ ഒന്നിച്ച് ചേർത്ത് പിടിച്ചു വെച്ച് യേശുവിന്റെ രോമങ്ങളെ ഒരുമിച്ച് ഇങ്ങോട്ട് ചേർത്ത് വലിച്ചു പിഴുതെടുത്തു. പിഴുതെടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ മാംസം എന്ത് ചെയ്യുകയാണ്? കർത്താവിൽ പ്രിയരെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനിത് പറയുമ്പോൾ ഹൃദയം പിടയ്ക്കണം. മുഖത്തെ മാംസം എന്ത് ചെയ്തു? പിഴുതിങ്ങി പോകുന്നു. താടിയുള്ളവർക്കറിയാം, ഒന്ന് വലിച്ചു നോക്കണം. എന്നാൽ റോമൻ നാണയത്തുട്ടുകൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഈ മുഖത്തെ രോമം ഇങ്ങോട്ട് പിഴുതപ്പോ ഉണ്ടല്ലോ, ആ ദശ ഉൾപ്പെടെ പറഞ്ഞു പോരുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മുഖത്തിപ്പം 10 പൈസ വട്ടത്തിലോ അല്ലെങ്കിൽ വട്ട കുഴികൾ രൂപാന്തരപ്പെട്ടു. എവിടെ? മുഖത്ത് കുഴികൾ രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ എന്നെ യേശു ചെയ്തത് എന്താണെന്നറിയാമോ? മുഖത്ത് തുപ്പിയിട്ടും കന്നത്തടിച്ചിട്ടും അതേ ആ മുഖത്തെ രോമം പിടിതെടുത്ത് വലിയ കുഴികൾ മുഖത്ത് രൂപപ്പെട്ടപ്പോഴും, പുല്ലാട്ടുകാര് വലിയ കൃഷിക്കാരാ, ചേനയൊക്കെ പറിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ കുഴി പോലെ എന്തായി? അമോഘമായി തീർന്നു, വിരൂപമായി തീർന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് അടുത്തതുകൂടെ കാണിച്ചു കൊടുക്കുവാൻ പറഞ്ഞെങ്കിൽ, ഇന്നത്തെ പഠനവും ഇന്നത്തെ നമ്മുടെ ചിന്തയും ഇതാണ്. യേശു കർത്താവ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്ത, പിന്നെ പ്രായോഗിക ജീവിതത്തിൽ അത് കാണിച്ചു തരുവാനായിട്ടും ഇടയായി തീർന്നു. ഇത്രയും ഉപദ്രവം അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? അല്ലെ ശ്രോതാക്കൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇത്ര ഉപദ്രവം ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നാണയത്തുട്ടുകൊണ്ട് മുഖത്തെ രോമം ചേർത്ത് പിടിച്ചേച്ച് അത് പിഴുതെടുത്ത് മാംസകഷ്ണങ്ങൾ മുഖത്തില്ലാതെ കുഴി വീഴുവാനായിട്ടിടയായി തീർന്നെങ്കിൽ, കർത്താവിൽ പ്രിയരെ, ഈ സഹനമാണ് ജീവിതത്തിൽ, ക്രിസ്തു മാതൃകയാണ് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത്. ഈ സഹനമാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തു മാതൃക എന്ന് പറയുന്നത്. കരമുയർത്തി എത്ര പേര് ഇന്ന് പകൽ ആമേൻ പറയുവാനായിട്ടിടയായി തീരും. ജീവിതത്തിലെ ഏറ്റവും നീചമായ കാര്യമാണ് ഒരുത്തൻ മുഖത്ത് തുപ്പുന്നത്. ജീവിതത്തിലെ ഏറ്റവും നീചമായ കാര്യമാണ് ഒരുത്തൻ കന്നത്തടിക്കുന്നത്, അല്ലെങ്കിൽ മുഖത്ത് രോമം പിഴുതെടുക്കുന്നത്. പിഴുതെടുത്ത് ചോര പൊടിക്കുകയും മാംസകഷ്ണങ്ങൾ പറഞ്ഞു വന്നപ്പോഴും കർത്താവ് മിണ്ടാതെ ഇരുന്നെങ്കിൽ, ആ കരമം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, കർത്താവേ, കർത്താവ് പഠിപ്പിച്ച മാതൃക പഠിക്കുവാൻ എന്നെ സമർപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കുറഞ്ഞ പക്ഷം ഈ സന്ദേശം കേൾക്കുന്ന ഈ സമയത്തെങ്കിലും ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഒന്ന് വരട്ടെ. ഞാനോ നിങ്ങളോട് പറയുന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞുവെങ്കിൽ ഒന്ന് പറയാൻ കഴിയുമോ കുഞ്ഞുങ്ങളെ? കർത്താവേ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് കർത്താവ് പഠിപ്പിച്ച പ്രകാരം പ്രായോഗിക ജീവിതത്തിൽ കർത്താവേ ഒന്ന് അനുകരിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും കേട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം സമർപ്പണത്തോടെ ഒരു തുള്ളി കണ്ണുനീരൊന്ന് പൊടിക്കുവാനായിട്ട് കഴിയുമോ? ഒരു തുള്ളി കണ്ണുനീര്. കർത്താവേ, എനിക്ക് വേണ്ടിയാണല്ലോ ഇത് സഹിച്ചത്, എനിക്ക് വേണ്ടിയാണല്ലോ ആ കന്നത്തടികൾ കൊണ്ടത്, എനിക്ക് വേണ്ടിയാണല്ലോ ആ മുഖത്ത് തുപ്പലേറ്റത്, എനിക്ക് വേണ്ടിയാണല്ലോ ആ മുഖത്തെ മാംസ കഷണം മുഴുവൻ പിഴുതെടുത്ത് ഇതാ ചോര പടുപടി ഒലിക്കുകയും മുഖത്ത് വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. അപ്പോഴും കർത്താവ് മിണ്ടാതിരുന്നു. സഹിക്കുവാൻ പറഞ്ഞെങ്കിൽ മറ്റൊന്നുമല്ല, എന്റെ നാഥൻ പഠിപ്പിച്ചതിന് പ്രമാണമായിരുന്നു. എന്റെ നാഥൻ ഇങ്ങനെ പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. എന്താണ്? ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. കർത്താവിന് ഹിതമാവണ്ണം വരുന്ന
പ്രതികൂലങ്ങളെയും വേദനകളെയും നമ്പരങ്ങളെയും സഹിക്കണം. സഹനം ആവശ്യമാണെന്നാണ് യേശു കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത വാക്യം ഒന്ന് ഓർപ്പിക്കാം. നാം വായിക്കുന്ന മത്തായി സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനം. അവിടെ ഇങ്ങനെ കാണുന്നു: നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ട് കൊടുക്കുക. പുതപ്പ് എന്ന് പറഞ്ഞാൽ മേലങ്കിയാണ്. മേലങ്കി അല്ലെടുക്കാൻ വന്നിരിക്കുന്ന പിന്നെന്താണ്? അവന്റെ വസ്ത്രമാണ് എടുത്തത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വസ്ത്രമെടുത്താൽ പിന്നെ അവൻ എന്തെങ്കിലും ദേഹത്തുണ്ടോ? പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഏതാണ്? പറ ദൈവമക്കളെ, വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ആകെ ഉണ്ടായിരുന്ന ഏതാണ്? പുതപ്പ ഉണ്ടായിരുന്ന. 2 തരം വസ്ത്രങ്ങൾ യഹൂദന്മാർ ധരിക്കുന്നുണ്ട്. നീളൻ കുപ്പായന്റെ പുറത്തുള്ള ഇടുന്ന ഷാള് പോലെയുള്ള, അത് പുതയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത് ഉദ്ദേശിച്ച കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വസ്ത്രം ചോദിച്ചാൽ എന്ത് കൊടുക്കാനാ പറഞ്ഞേ? വെറുതെ കൊടുക്കാനല്ല, പിന്നെ നിന്നോട് വ്യവഹരിച്ച്, വ്യവഹാരം നടത്തി, വഴക്കുകൂടി, ശണ്ട കൂടി നിന്റെ അടുത്ത് വന്ന് പിടിച്ചു പറിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യണം? വസ്ത്രം എടുക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? എന്തോടെ കൊടുക്കണം? നിന്റെ പുതപ്പ് കൂടെ കൊടുക്കണം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി ആ ശരീരത്ത് വല്ലതും ഉണ്ടോ? ആ ശരീരത്ത് വല്ലതും ഉണ്ടോ? ഉണ്ടോ ദൈവമക്കളെ? ഇല്ല. കർത്താവ് പഠിപ്പിച്ച ആ മാതൃക കണ്ടോ? വസ്ത്രമെടുക്കുന്നവനെ പുതപ്പൂടെ കൊടുക്കുക. മറ്റുള്ളവരുടെ അനീതി പ്രവൃത്തിയെ നന്മയാൽ ജയിക്കുക എന്നാണ് നമ്മുടെ കടപ്പാടെന്നാണ് യേശു കർത്താവ് അവിടെ നിന്ന് പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ന്യായപ്രമാണം അതിന് തെളിവുണ്ട്. ന്യായപ്രമാണത്തിൽ പണയം മേടിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 26, 27 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാമെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് കൂടെ വരാം. നിന്റെ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുൻപേ അത് മടക്കി കൊടുക്കുവാനിടയായി തീരണം എന്ന് പറഞ്ഞാൽ പ്രമാണമാണ്. അത് മടക്കി കൊടുക്കണം. കൂട്ടുകാരൻ്റെത് പണയം മേടിച്ചാൽ അത്ര പ്രാധാന്യതയുണ്ട് വസ്ത്രത്തിന്. അത് മേടിച്ചാൽ എന്ത് ചെയ്യണം? മടക്കി കൊടുക്കണം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്. അങ്ങനെ പ്രമാണമുള്ളപ്പോഴാണ് പറയുന്നത്, നീ മടക്കി കൊടുത്തില്ലെങ്കിലും പ്രശ്നമല്ല, നിന്നോട് വ്യവഹരിക്കുന്നവന് നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വസ്ത്രം ചോദിക്കുന്നവന് പുതപ്പ് കൂടെ കൊടുക്കുവാൻ പറയുന്നു. ക്രിസ്തു മാതൃക എന്ത്? അതാണ് ഈ ഭാഗത്തെ ചിന്ത. ഈ ഭാഗത്ത് ക്രിസ്തു എന്താ മാതൃക കാണിച്ചത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വചനം വായിക്കുമല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ തിരുവചനം. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. കർത്താവിന് വേണമെങ്കിൽ വ്യവഹരിച്ച് വസ്ത്രമെടുക്കാൻ വന്നവരെ എന്ത് ചെയ്യാമായിരുന്നു? തടയാമായിരുന്നു, എതിർക്കാമായിരുന്നു. പക്ഷേ സ്വന്തം വസ്ത്രം എന്ത് ചെയ്തു? അഴിച്ചെടുക്കുവാനായിട്ട്, വ്യവഹരിച്ചവർക്ക് കൊടുക്കുവാനായിട്ട് ആര് തയ്യാറായി? എന്റെ യേശു ക്രിസ്തു തയ്യാറാകുവാനിടയായി തീർന്ന മത്തായി സുവിശേഷത്തിൽ അതിന് 27-ാം അധ്യായത്തിൽ 28-ാം വചനത്തിൽ അത് വായിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ വസ്ത്രം അവരെ അഴിച്ചെടുത്തു. അവിടെ വഴക്കുകൂടിയില്ല. വ്യവഹരിക്കാൻ വന്നവർക്ക് എന്ത് ചെയ്തു?
വസ്ത്രം എന്റെ യേശു കൊടുക്കുവാനിടയായി തീർന്നു. എന്റെ ചോദ്യം, പറഞ്ഞത് പഠിപ്പിച്ചത് യേശു പ്രായോഗികമാക്കിയോ? വ്യവഹരിച്ച് വസ്ത്രമെടുക്കാൻ വന്നവന് അവനെ തടയാതെ അത് വിട്ടുകൊടുക്കുന്ന ഒരു മാതൃക എന്റെ യേശു കർത്താവ് കാണിച്ചു തരുവാനിടയായി. വിശദമാക്കുവാൻ സമയങ്ങളില്ല, നമ്മുടെ സമയങ്ങൾ തീരുന്നു. മത്തായി സുവിശേഷം 5:41 ഇങ്ങനെ കാണുന്നു: ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങി വലിച്ചിരിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. ശ്രദ്ധിച്ചേ, ഒരു നാഴിക നിന്നോടുകൂടെ ഒന്ന് വരാൻ നിർബന്ധിച്ചാൽ, ഒന്നാമത്തേത് നിർബന്ധിച്ചുള്ള ഒരു നടത്തമല്ലേ? കാരണം നിർബന്ധിക്കുന്നു ഒന്നാമത് വരുവാനായിട്ട്. എന്നാൽ കർത്താവ് പറയുന്നു, 1 മൈൽ നിന്നോടുകൂടെ ഒന്ന് വരാനായിട്ട് ഒരുത്തൻ നിർബന്ധിച്ചാൽ ആ നിർബന്ധ നിമിത്തം നീ എന്ത് ചെയ്യണം? 2 മൈൽ അവനോടുകൂടെ പോവുക. നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് സ്നേഹത്തോടെ, ക്ഷമയോടെ അത് ഏറ്റെടുക്കുകയും നിർബന്ധത്തിന്റെ 1 മൈൽ യാത്രയേക്കാൾ നല്ലത് മനസ്സോടെ പോകുന്ന ആ 2 മൈൽ യാത്രയാണെന്നാണ് യേശു കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആ 2 മൈൽ യാത്രയ്ക്ക് ഒരു സുഖമുണ്ട് എന്ന് പറഞ്ഞാൽ, നിർബന്ധത്താൽ നിർബന്ധിച്ചത് എത്രനാ? 1 നാഴിക അല്ലെങ്കിൽ 1 മൈൽ നടക്കാനാണ് നിർബന്ധിച്ചത്. പക്ഷേ വിശ്വാസി എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അല്ലെ, ദൈവമെങ്കിൽ എന്ത് ചെയ്യാന്? 2 മൈൽ അവനോടുകൂടെ അതൊരു സുഖമാണ്. കാരണം അവന് പോലും ഈ മാതൃക കണ്ടിട്ട് ജീവിതത്തിൽ മാറ്റത്തിലേക്ക് നയിക്കുവാനായിട്ടിടയായി തീരും. ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ അത് കാണിച്ചു തരുവാനായിട്ടിടയായി തീർന്നു. കുറേക്കാരനായ ഒരു ശീമോൻ നിർബന്ധ നിമിത്തം ക്രൂശ് ചുമന്നതായിട്ട് കാണുവാനിടയായി തീർന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 27-ാം അധ്യായം 32-33 വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് കുറേക്കാരനായ ശീമോനെ ക്രൂശ് ചുമപ്പാനായിട്ട് നിർബന്ധിക്കുന്നതും അവൻ ക്രൂശ് ചുമക്കുന്നതും കാണുന്നു. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, വിശദമാക്കുന്നില്ല. ചരിത്രം പറയുന്നത് തന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഒരു നിർബന്ധം 1 നാഴികയ്ക്ക് വേണ്ടി വന്നാൽ 2 നാഴിക നടക്കുവാൻ തയ്യാറായാൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ അർപ്പിച്ചത് 21 ദിനങ്ങൾ ദൈവസനയിൽ ഉപവസിച്ചത് വൃഥാവല്ല. 21 ദിവസങ്ങൾ ദൈവസനയിൽ പ്രാർത്ഥിച്ചത് അത് വെറുതെ ആയില്ല. അത് തലമുറയ്ക്കൊരു അനുഗ്രഹമാണ്. ഇതാ ഗോൽഗോഥായിലേക്കൊരു നിർബന്ധം കുറേക്കാരനായ ശീമോന്റെ മേൽ വന്നപ്പോൾ അവൻ നിർബന്ധത്താൽ അത് നിർവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ റോമാലേഖനം 16-ലും 18-ലൊക്കെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ കാണുവാൻ ഇടയായി തീർന്നത്, തലമുറയെ നോക്കിക്കൊണ്ട് റോമാലേഖന കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയാൻ ഇടയായി തീർന്നു. കർത്താവിൽ പ്രസിദ്ധനായ യൂഫോസിന്റെയും അലക്സാണ്ടറിന്റെയും അപ്പനാകുന്ന കുറേക്കാരനായ ശീമോനെ കുറിച്ച് വിളിച്ചു പറയാനിടയായെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, 1 നാഴിക നിർബന്ധിച്ചാൽ 2 നാഴിക പോയാലുള്ള അനുഭവം അത് തലമുറയ്ക്കൊരു മുതലാണ്. അത് കുടുംബത്തിനൊരു വിടുതലാണ്. അതാണ് ദൈവസഭയെ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്. അതൊരു വിടുതലാണ്. അത് തലമുറയ്ക്കൊരു മുതലാണ്. അത് തലമുറയ്ക്കൊരു അനുഗ്രഹമാണ് എന്ന് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. എന്റെ യേശു ചെയ്തത് പരസ്യ ശുശ്രൂഷയിൽ കണ്ടോ? ഈ യായിറോസിന്റെ വീട്ടിലേക്കുള്ളൊരു യാത്ര ശ്രദ്ധനീയമാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 22, 24 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ടിടയായി തീർന്നു. പള്ളിപ്രമാണിയായ യായിറോസ് യേശു കർത്താവിന്റെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. ഒരു നിർബന്ധം അവിടെ ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. വചനം ഇങ്ങനെ പറയുന്നത്,
യേശു അവനോടുകൂടെ പോയി. വലിയ തിരക്കുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു നിർബന്ധം യേശുവിന്റെ മേൽ വന്നപ്പോൾ ഒരു പൈതലിനെ വിടുവിക്കുവാനായിട്ട് യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇതാ ക്രിസ്തു മാതൃക. ഒരു നാഴിക നടക്കുവാൻ വിളിച്ചാൽ 2 നാഴിക പോകുന്നതാണ് ക്രിസ്തു മാതൃക. 2 വിഷയം കൂടി അവിടെയുണ്ട്. സമയങ്ങൾ പരിമിതമാകിയാൽ പെട്ടെന്ന് പറയട്ടെ. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കണം. അപ്പോൾ തന്നെ വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ലൂക്കോസ് സുവിശേഷം 6:30 അതിനെ കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുന്ന ഏവനും കൊടുക്കുവാനായിട്ടിടയായി തീരണം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ 44-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പീൻ. ശ്രദ്ധിച്ച്, ന്യായപ്രമാണം പഠിപ്പിക്കുന്നുണ്ട്, കൂട്ടുകാരനെ സ്നേഹിക്ക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, കൂട്ടുകാരനെ സ്നേഹിക്കുക മാത്രമല്ല, പിന്നെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. ലേവ്യ 19:17 മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട് നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന്. എന്നാൽ എന്റെ യേശു കർത്താവ് പറയുന്നു, കൂട്ടുകാരനെ മാത്രമല്ല, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. അതാ കർത്താവ് പറഞ്ഞത്, ഞാനോ നിങ്ങളോട് പറയുന്നത്. ക്രിസ്തുവിന്റെ മാതൃക കാണണമോ? വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ഒന്നെടുത്തേ, 23-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ വചനം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലെ അതിന്റെ 34-ാമത്തെ തിരുവെഴുത്ത്. യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇതാണ് ശത്രുക്കളോടുള്ള യഥാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത്. കാരണം ക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതാ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, തലയിൽ മുൾക്കിരീടധാരിയായി, പുറമുടവുചാല് പോലെ കീറപ്പെട്ടവനായി, മുഖത്ത് മാംസം മുഴുവൻ പറിച്ചെടുത്തിരിക്കുന്നു, തലയിൽ മുൾക്കിരീടം ധരിച്ചിരിക്കുന്നു, പുറമുടവുചാല് പോലെ കീറി മാംസകഷ്ണങ്ങൾ അവിടെ ഇല്ല, അസ്ഥികളെയെല്ലാം എണ്ണ. മൃഗീയമായി ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിരിക്കുമ്പോഴും ക്രിസ്തു പഠിപ്പിച്ച മാതൃക ക്രൂശിലും നിവർത്തിക്കുവാനായിട്ടിടയായി തോന്നുന്നു. എന്താ നിവർത്തിക്കുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് ക്രിസ്തു പറയുവാനായിട്ടിടയായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു പഠിപ്പിക്കുക മാത്രമല്ല, തന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി നാം പഠിച്ച ചിന്തയിലൂടെ നമുക്ക് പഠിക്കുവാനിടയായി തീർന്നു. കന്നത്തടിച്ചവനെ മറുകരനെ കാണിച്ചു കൊടുക്കുവാൻ, തുപ്പലിനെ മുഖം മറയ്ക്കാതെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, വ്യവഹരിച്ചവരോട് തർക്കിക്കാതെ വസ്ത്രം വിട്ടുകൊടുക്കുവാൻ, അപ്പോൾ തന്നെ യാചിക്കുന്നവർക്ക് കൊടുക്കുവാൻ, ഒരു നാഴിക പോകാൻ നിർബന്ധിച്ചാൽ അവരോടുകൂടെ പോകുവാൻ, ശത്രുക്കളെ സ്നേഹിപ്പാനായി യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകലൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമെങ്കിൽ, ക്രിസ്തു മാതൃക പിൻപറ്റുവാൻ ഈ പ്രാർത്ഥനയുടെ സമാപന മെസ്സേജ് എന്നുള്ള നിലയിൽ അർപ്പിക്കുമ്പോൾ ക്രിസ്തു മാതൃക പിൻപറ്റുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് തീരുമാനമുള്ളവരും മാത്രം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അനേകർ ഈ സന്ദേശം കേൾക്കുന്നുവെന്ന് എനിക്കറിയാം. കർത്താവേ, ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു മാതൃക അത് പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രായോഗിക ജീവിതത്തിൽ അത് കാണിച്ചു തന്നെങ്കിൽ എന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തു മാതൃക പിൻപറ്റുവാൻ ഈ പകൽ എത്ര പേര് എഴുന്നേറ്റ് നിൽക്കുവാനുണ്ട്? ക്രിസ്തു മാതൃക പിൻപറ്റുവാൻ എന്നെ സമർപ്പിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ യേശു തയ്യാറായെങ്കിൽ ഈ കേട്ട വചനങ്ങൾ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. കർത്താവേ, ക്രിസ്തു മാതൃക പിൻപറ്റുവാൻ എന്നെ സമർപ്പിക്കുന്നു. ദുഷ്ടനോട് എതിർക്കാതെ ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ,
അതേ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചതുപോലെ കോപം ഉപേക്ഷിക്കുവാനായിട്ട്, മോഹം ഉപേക്ഷിക്കുവാനായിട്ട്, വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട്, ആവശ്യമില്ലാതെ സത്യം ചെയ്യുന്ന അനുഭവങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ദുഷ്ടനോട് എതിർക്കാതെ, വ്യവഹരിച്ചു നിൽക്കാതെ, ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ടും, അപ്പോൾ തന്നെ ഒരു നാഴികയ്ക്ക് നിർബന്ധിച്ചാൽ രണ്ടു പോകുവാനുള്ള മനസ്സ് എനിക്ക് വേണമെന്ന് ഒന്ന് സമർപ്പിക്കാമോ? എന്റെ യേശു കർത്താവിനെ ഒന്ന് നോക്കിക്കേ, കാൽവരി ഒന്ന് നോക്കിക്കേ. ഇതാ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവ് പ്രാണവേദനയിലായിരിക്കുമ്പോൾ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതേ എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ദുഷ്ടനോട് എതിർക്കാതിരിപ്പാൻ, ശത്രുക്കളെ സ്നേഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അത് ജീവിതത്തിലും കാൽവരി ക്രൂശിൽ നിറവേറ്റിയെങ്കിൽ നിറകണ്ണുകളോടെ സമർപ്പിക്കാൻ, കർത്താവെ ക്രിസ്തു മാതൃക പിൻപറ്റുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന ആ യേശുവിനെ കണ്ടു. ഒന്ന് വിളിച്ചപ്പോൾ ഓടി വരുന്ന യേശു, ഭവനത്തിൽ ഓടി ചെല്ലുന്ന ആ യേശുവിനെ കണ്ടോ ദൈവമക്കളെ? എന്ന് പകൽ ആരും നിരാശപ്പെട്ടു പോകരുത്, ആരും ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കൂടെ വരുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾ വിളിച്ചാൽ കൂടെ വരുന്ന ഒരു യേശുവുണ്ട്, ക്ഷമിക്കുന്ന ഒരു യേശുവുണ്ട്, കൈവിടാത്തൊരു കർത്താവുണ്ട്. എന്റെ മകളൊന്ന് വിളിച്ചേ. ആ യായിറോസ് ഒന്ന് വിളിച്ചു, കർത്താവ് പഠിപ്പിച്ചു. ഒരു നാഴിക വരാൻ വിളിച്ചാൽ 2 നാഴിക പോകുവാൻ. യായിറോസ് വിളിച്ചപ്പോൾ ചെന്നു. അവന്റെ വീട്ടിൽ മരിച്ചുപോയ വിഷയം അതേ ജീവിച്ചു. ഇന്ന് ചില കുടുംബങ്ങളിൽ മരിച്ചു എന്ന് കരുതുന്നത് ജീവിക്കണം. നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായില്ലേ എന്ന് കരുതുന്നത് ഇന്ന് ജീവിക്കണം. ഓ, ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് കൂടെ വരും, കർത്താവ് കൂടെ വരും. ഒരു നാഴിക വിളിച്ചാൽ 2 നാഴിക കൂടെ വരുന്ന കർത്താവിനെ ഞാൻ സേവിക്കുന്നത്. ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കൂ. ഒന്ന് വിളിച്ചേ, ആ കർത്താവിനോട് പ്രാർത്ഥിച്ച്. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഈ ചിന്തകൾ അനുഗ്രഹമായി തീരട്ടെ. ക്രിസ്തു മാതൃകകളെ പിൻപറ്റുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള വാക്കുകളോടെ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ. എന്റെ ആനന്ദമേ, സ്നേഹമാം ദൈവമേ, നീ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ അനുദിനവും വളരണമേ.